സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. നല്ല നാടൻ സ്റ്റൈലിൽ അപ്പക്കാരൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം നമുക്കിന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ 6 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കണം. 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നല്ലപോലെ കഴുകി ഇതിലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുക്കുന്ന പൊടിയിൽ വല്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഈ പൊടിച്ചെടുത്ത പൊടിയിൽ നിന്ന് 3 കപ്പ് പൊടിയാണ് ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് മൈദയാണ്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം മൈദ വേണം. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് മൈദ. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 300 ഗ്രാം ശർക്കര, വലിയ 5 ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ 1/4 കപ്പ് വെള്ളത്തിൽ നമുക്ക് നല്ലപോലെ ഉരുക്കിയെടുക്കണം. ഈ ഒരു കളർ ശർക്കര എടുക്കാനപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ വെള്ള കളർ ശർക്കര എടുത്താലും നമ്മളപ്പം അത്ര നന്നായിട്ട് വരില്ല. പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഞാനിവിടെ ഒരു മീഡിയം മധുരത്തിലാണ് ചെയ്യുന്നത്. കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കര നല്ലപോലെ ആയിട്ടുണ്ട്. അതേപോലെ തേങ്ങാക്കൊത്തും. പിന്നെ നമ്മൾ നമ്മുടെ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ചൂട് തന്നെ നമ്മൾ ശർക്കര നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതിൽ നമ്മൾ അപ്പക്കാരൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കി വരുമ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി വരും. ഇതിപ്പോൾ നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ നമ്മുടെ മാവ് വേണ്ടത്. പക്ഷെ നമ്മൾ മാവ് കൂട്ടിയിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കും. ആ ഒരു ടൈമിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയിലായിട്ട് നല്ല ജീരകത്തിൻ്റെ പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കി നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഞാൻ ചെയ്യുന്നത് രാത്രി മാവ് കൂട്ടിയിട്ട് രാവിലെയാണ്. അങ്ങനെയൊക്കെ ചെയ്താണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം കറക്റ്റ് പരുവാണ് മാവ്. ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിം ചെയ്തിട്ട് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്ക്, നമ്മുടെ അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നമ്മുടെ അപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡ് നല്ലപോലെ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. തീ ഒരുപാട് കൂടാനോ ഒരുപാട് കുറയാനോ പാടില്ല. ഇപ്പം നമ്മുടെ അപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പം ഒന്ന് മുറിച്ച് നോക്കാം. നോക്ക്, വെന്തിട്ടുമുണ്ട്, നല്ല സോഫ്റ്റുമാണ്, സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. താങ്ക് യു. ബൈ.